നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണൽ. വളരെ സന്തോഷത്തോടുകൂടി അതിലേറെ ആദരവോടുകൂടി പാഞ്ചജന്യം ഭാരതം എന്ന ദേശീയ കലാ സാംസ്കാരിക സംഘടനയുടെ ആത്മീയ ഉപദേഷ്ടാവും അതുപോലെ തന്നെ പതാഞ്ജലി പ്രാണയോഗ വിദ്യാപീഠത്തിന്റെ പ്രധാന ആചാര്യനും ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടറേറ്റ് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ ഡോക്ടറേറ്റുമുള്ള ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട EMG സാറിനെ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലേക്ക്. സ്വാഗതം ഡോക്ടർ. എന്താണ് അങ്ങേക്ക് പാഞ്ചജന്യം ഭാരതം എന്ന സംഘടന സംഘടിപ്പിക്കുന്ന കർക്കിടക മാസത്തിൽ നടത്തുന്ന ശ്രീരാമസാഗരം ഗ്ലോബൽ ഫെസ്റ്റിവൽ ജനൻ TVയുമായി സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയെക്കുറിച്ച് പൊതുജനങ്ങളോട് പറയാനുള്ളത്? ഒപ്പം രാമായണം നമ്മൾ ആചരിക്കേണ്ടതിനെ, രാമായണം വായിക്കേണ്ടതിന്റെയും രാമായണ മാസം ആചരിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? തീർച്ചയായും. ലക്ഷ്മിയുടെ ചോദ്യത്തിൽ പ്രധാനമായും 2 ബിന്ദുക്കളാണുള്ളത്. ഒന്ന്, പാഞ്ചജന്യം ഭാരതം എന്ന സംഘടന ശ്രീരാമസാഗരം എന്ന രാമായണ അധിഷ്ഠിതമായ പരിപാടി ജനൻ TVയുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്നു. ആദ്യം തന്നെ പാഞ്ചജന്യം എന്ന ഈ പ്രസ്ഥാനത്തെക്കുറിച്ച്, ഈ സംഘടനയെക്കുറിച്ച് ഒരു വാക്ക്. പാഞ്ചജന്യം എന്ന വാക്ക് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ധർമ്മ കാഹളം മുഴക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാഹളധ്വനി മുഴക്കിയ ആ ശംഖമാണ് പാഞ്ചജന്യം. തീർച്ചയായും അന്വർത്ഥമായ ആ ഒരു നാമധേയം നമ്മുടെ സംഘടനയ്ക്ക് വന്നു ചേർന്നത് ഒരു ദൈവനിയോഗം എന്ന മട്ടിലാണ്. ഇന്ന് ധർമ്മം ഏതാണ്ട് അധർമ്മത്തിന് വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലോകമാകെ തീർച്ചയായും അധർമ്മം വർദ്ധിക്കുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ കാലാകാലങ്ങളിൽ ഞാൻ അവതരിക്കും എന്ന ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ-അർജുന സംവാദത്തിൽ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഭാരതത്തിൽ ധർമ്മവും അധർമ്മവും ഏറിയും കുറഞ്ഞും നമുക്കറിയാം, പ്രത്യക്ഷമായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതവും സംസ്കാരവും വളർന്നു വികസിച്ചിട്ടുള്ള ഈ ഭാരതഭൂമിയിൽ ധർമ്മത്തിന്റെ സന്ദേശം ഊട്ടിയുറപ്പിക്കുക, സാർവലൗകികമായ സനാതനധർമ്മത്തിന്റെ പഠനവും അതിൻ്റെ ബോധനവും അതുപോലെ തന്നെ അനുഷ്ഠാനവും ഭാരതീയരിൽ നമ്മുടെ സംസ്കാരത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ പൈതൃകത്തെ ബഹുമാനിക്കുന്ന മുഴുവൻ ആളുകളും ഉൾക്കൊള്ളണം, ആ വഴിക്ക് ജീവിക്കണം എന്ന ആഗ്രഹം രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും ശാന്തിയും സമാധാനവും സുസ്ഥിതിയും ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുണ്ട്. അങ്ങനെ 6 വർഷം മുമ്പ് ഒരു വിജയദശമി നാളിൽ ഈ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി ആരംഭിച്ച ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് പാഞ്ചജന്യം ഭാരതം. പാഞ്ചജന്യം ഭാരതം കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഓർഗനൈസേഷനാണ്. തീർച്ചയായും നമ്മുടെ സംസ്കാരത്തിൻ്റെ പുനഃസ്ഥാപനവും അതിൻ്റെ ദാർശനികമായ പഠനവും അതിൻ്റെ അനുഷ്ഠാനവും വ്യക്തി ജീവിതത്തിലും സമാജ ജീവിതത്തിലും ഊട്ടിയുറപ്പിക്കുക, അത്തരം ആളുകളെ കൂടുതൽ രംഗത്തേക്ക് കൊണ്ടുവരിക, അതുവഴി നമ്മുടെ ദേശത്തുള്ള ഭാരത രാഷ്ട്രത്തിലുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ പൈതൃകം, നമ്മുടെ ആർഷ പാരമ്പര്യം, സനാതനമായ ഒരിക്കലും നിലയ്ക്കാത്ത എന്നും നിലനിൽക്കുന്ന ഈ സംസ്കാരത്തെ വിശ്വവ്യാപകമായി വ്യാപിക്കേണ്ടതിൻ്റെ കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഏതാനും ഉത്പതിഷ്ണുക്കളായ
ദേശീയ ഉദ്ഗ്രഥനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ചേർന്ന് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. അതിന്റെ തുടക്കത്തിലെ ഒരു എളിയ പ്രവർത്തകനാണ് ഞാനും. ഇന്നും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. അതാണ് പാഞ്ചജന്യം ഭാരതം എന്ന ആർഷ ഭാരത സംസ്കാരവും അതുപോലെ തന്നെ ധർമ്മവും കാത്തുരക്ഷിക്കുന്ന ആ ഉദ്ദേശത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഈ പ്രസ്ഥാനം. തുടർന്ന് ശ്രീരാമസാഗരം. ശ്രീരാമസാഗരം മറ്റൊന്ന് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, പൊതുജനങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് ശ്രീരാമസാഗരം ഗ്ലോബൽ ഫെസ്റ്റിവൽ ജനൻ TV സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. അതില് ആകർഷണീയമായിട്ടുള്ള പല ഭാഗങ്ങളും ഉണ്ടെന്നും അതുപോലെ വിവിധ വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും കലാപരിപാടികളുമാണ് എന്നുള്ളതാണ് സൂചന കിട്ടിയിട്ടുള്ളത്. അത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു പരിപാടി. അതായത് ഓരോ വീട്ടിലും രാമായണം എത്തുന്നു അല്ലെങ്കിൽ ശ്രീരാമ ഭഗവാൻ എത്തുന്നു എന്നുള്ള സങ്കല്പത്തോട് കൂടിയിട്ടാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ജനൻ TVക്ക് മുമ്പിൽ ഈ ഒരു കർക്കിടക മാസത്തില് 6:30 മണി മുതൽ ഇരിക്കുന്നതിനെ കുറിച്ചിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കണം. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഞാൻ രണ്ടാമത്തെ ഭാഗം ലക്ഷ്മി ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ്. പാഞ്ചജന്യം ശ്രീരാമസാഗരം ഗ്ലോബൽ ഫെസ്റ്റിവൽ. അപ്പോ ശ്രീരാമസാഗരം എന്ന് 6 വർഷം മുമ്പ് നമ്മൾ കർക്കിടക മാസം 31 ദിവസവും വിവിധ പരിപാടികളോടെ രാമായണ പാരായണം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ മലയാള ഭാഷയുടെ കൈരളിയുടെ പിതൃസ്ഥാനീയനായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, അതിൻ്റെ ഭക്തി നിർഭരമായ ആലാപനവും തുടർന്ന് രാമായണാധിഷ്ഠിതമായ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ രാമായണ ഗന്ധിയായ രാമായണ കഥാനുഗായികളായ നൃത്തം, സംഗീതം, തോൽപ്പാവക്കൂത്ത്, സ്കിറ്റുകള് തുടങ്ങിയ മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങിയ നൃത്തരൂപങ്ങളെല്ലാം രാമകഥാനുബന്ധിയായിരുന്നു. അങ്ങനെ 31 ദിവസവും നടത്തിയ ആ പ്രോഗ്രാം എല്ലാവരുടെയും സഹൃദയരുടെയും ഭക്തജനങ്ങളുടെയും ദേശസ്നേഹികളുടെയും പ്രശംസ പിടിച്ചു പറ്റിയതാണ്. അത് എല്ലാ വർഷവും നമ്മൾ തുറന്നു പോരുകയാണ്. ഈ വർഷവും കർക്കിടകം 1 മുതൽ 31 വരെ അത് കുറെ കൂടി വിപുലമായി. കഴിഞ്ഞ വർഷവും നമ്മൾ സാർവലൗകിക അടിസ്ഥാനത്തിൽ ഗ്ലോബൽ ഫെസ്റ്റിവലായിട്ട് ആഘോഷിച്ചു. പല രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ വന്ന് പങ്കെടുത്ത സമാപന പരിപാടി ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിലും ഭാരതത്തിന്റെ തന്നെ പല സംസ്ഥാനങ്ങളിലും അത് ആഘോഷിക്കപ്പെട്ടിരുന്നു. ഇത്തവണ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുക എന്ന ഒരു ഉദ്ദേശത്തിൽ രാമകഥയും രാമസന്ദേശവും രാമായണത്തിലെ ധർമ്മവും ഒക്കെ കുറെ കൂടി ജനങ്ങളിൽ എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ്. തീർച്ചയായും ദേശീയതയിൽ ഊന്നി നിന്നുകൊണ്ട്, നമ്മുടെ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ജനം TVയെ നമ്മൾ തിരഞ്ഞെടുത്തതും ജനം TVയുമായി പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് ഈ മുഴുവൻ ദിവസവും, കർക്കിടകത്തിലെ മുഴുവൻ ദിവസവും ശ്രീരാമസാഗരം എന്ന രീതിയിൽ രാമായണ പാരായണം, ശ്രീരാമസ്തുതി, അതുപോലെ തന്നെ രാമായണാധിഷ്ഠിതമായ വിവിധ മഹാത്മാക്കളുടെ പ്രഭാഷണങ്ങൾ, കീർത്തനങ്ങൾ, സംഗീത സപര്യ, അതുപോലെ തന്നെ നൃത്തരൂപം, നൃത്താവിഷ്കരണം, ഇതെല്ലാം നമ്മൾ സംഘടിപ്പിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ വരുന്ന കർക്കിടക മാസം മുഴുവൻ ജനൻ TVയുടെ പ്രേക്ഷകർക്ക് ഒരു രാമകഥാസാഗരത്തിൽ ആറാടുവാനുള്ള അവസരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ലക്ഷ്മി ആ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ്. അതിൻ്റെ വിജയം തീർച്ചയായും നമുക്ക് കാണാൻ കഴിയും. തീർച്ചയാണ്. വളരെ വ്യക്തമാണ്. അങ്ങയുടെ ഈ വിവരണം കേട്ടപ്പോൾ തന്നെ കേരളത്തിലുള്ള ജനൻ TVയുടെ പ്രേക്ഷകരെ മാത്രമല്ല, മറ്റ് എല്ലാ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ആരാണോ രാമായണത്തെ ബഹുമാനിക്കുന്നത് അവരെ എല്ലാവരെയും ജനൻ TVക്ക് മുമ്പിലേക്ക് ഈ കർക്കിടക മാസത്തിൽ ഞങ്ങൾ വിനയ പുരസ്സരം ക്ഷണിക്കുകയാണ്. ശ്രീരാമ ഭഗവാൻ നിങ്ങളുടെ എല്ലാം വീടുകളിൽ എത്തുന്ന ഒരു വലിയ
സംഭവം തന്നെയായിട്ട് ഈ ഒരു പരിപാടി മാറും. ശ്രീരാമസാഗരം തന്നെയായിട്ട് നമ്മുടെ വീടുകൾ മാറട്ടെ. എല്ലാവരും ഈ പാഞ്ചജന്യം സംഘടിപ്പിക്കുന്ന ശ്രീരാമസാഗരം ഗ്ലോബൽ ഫെസ്റ്റിവൽ ജനൻ ടിവിക്ക് മുമ്പിൽ എത്തി ഭക്തി പുരസരം കാണണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് നന്ദി EMG സാറിന് ഇത്രയും മനോഹരമായിട്ടുള്ള വിവരണം നൽകിയതിന്.